ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു യാത്ര പുറപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിതിൽ കാണിക്കാനായിട്ട് പോണത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോണത്. വന്ദേ ഭാരതിലാണ് കേട്ടോ പോണത്. അതിൻ്റെ ഒരു സന്തോഷം, എക്സൈറ്റ്മെൻ്റ് ഒക്കെ നമ്മൾക്കുണ്ട്. കാരണം വന്ദേ ഭാരതിൽ നമ്മൾ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യാനായിട്ട് പോണത്. പിന്നെ നമ്മുടെ സ്കൂൾ പൂട്ടിയിട്ട് ഇത്രയും ദിവസമായിട്ടും നമ്മൾ പുറത്തേക്ക് അങ്ങനെ പോയിട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ പ്രാവശ്യത്തെ വെക്കേഷൻ തിരുവനന്തപുരത്താണ്. നമ്മൾ കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് നാത്തൂൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ നാത്തൂൻ്റെ മക്കളൊക്കെ തിരുവനന്തപുരത്താണ്. അപ്പോൾ അവരുടെ വീട്ടിൽ കുറച്ച് ദിവസം നിന്ന് അവിടെയൊക്കെ ഒന്ന് കറങ്ങിക്കണ്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ രാവിലെ തന്നെ നേരത്തോട് കൂടിയിട്ട് തന്നെ എഴുന്നേറ്റ് രാവിലത്തെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ വന്ദേ ഭാരത് നമുക്ക് മിസ്സാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു 8 മണിയോട് കൂടിയിട്ട് തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഊബർ വിളിച്ചിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ നേരത്തോട് കൂടിയിട്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ട്രെയിൻ വരിക ഒരു 10 മണി, ഒരു 10:30 ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ഒരു 8 മണിക്ക് തന്നെ അവിടെ ഹാജരായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഭയങ്കര വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ ഈ ഒരു ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് നമ്മൾ നോക്കിയിരുന്നു. പിന്നെ നമ്മൾ നേരത്തോട് കൂടിയിട്ട് തന്നെ പോകണം. കാരണം വല്ലാണ്ട് അങ്ങോട്ട് എന്താ പറയുക, ചായയും കടിയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു പേരിന് കുറച്ച് കഴിച്ചിട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ എത്തിയപ്പോൾ പിള്ളേർക്കൊക്കെ വിശന്നപ്പോൾ ആ കടയിലൊക്കെ കൊണ്ടുപോയി കുറച്ച് എന്താ പറയുക, അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ട്രെയിനിലിരുന്ന് കഴിക്കാനായാലും ഒക്കെ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് നമ്മളിത് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ ഞാൻ ചേട്ടനോട് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ പോയപ്പം വട മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ നമുക്ക് വടയും സമൂസയും ഒക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഓരോ വടയൊക്കെ എടുത്ത് കഴിച്ചു. തൽക്കാലം നമ്മൾ എന്താ പറയുക, വിശപ്പൊക്കെ അടക്കിയപ്പോഴേക്കും നമ്മൾ ട്രെയിൻ വന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ആ ട്രെയിനിലൊക്കെ കയറി. അത് കഴിഞ്ഞപ്പോൾ അവിടെ രണ്ടാളും കൂടിയിട്ട് വിൻഡോ സീറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അടിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവരതിനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഇരുത്തിയിട്ടുണ്ട്. കുറച്ച് നേരം ശ്രീകുട്ടൻ ഇരിക്കാം, അത് കഴിഞ്ഞ് പകുതി എത്തുമ്പോൾ ലച്ചുവിന് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ഇരിക്കണത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ അതിലൂടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോഴേക്കിതാ നമുക്ക് അവർ എന്താ പറയുക, ചായ കുടിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുന്നു തന്നു കേട്ടോ. ഒരു ബിസ്ക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ ചായയുടെ മിക്സുമാണ് കൊടുന്നു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് മസാല ചായയുടെ മിക്സാണ് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് ചൂടുവെള്ളമൊക്കെ കൊണ്ടുവന്ന് തന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് പൊട്ടിച്ച് വെച്ചൊന്ന് കലക്കിയിട്ട് കുടിക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ മസാല ചായ ആയതുകൊണ്ട് തന്നെ ആർക്കും അധികം വലിയ ഇഷ്ടമൊന്നും ആവില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഒരെണ്ണം പൊട്ടിച്ച് കലക്കി ആദ്യം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് കുടിച്ചപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതിൽ നല്ല ഇഞ്ചിയും അതുപോലെ തന്നെ ഏലക്കായയുടെയും ഒക്കെ ഒരു ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് കളയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കുടിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു 2 ചൂടുവെള്ളം മാത്രം ബാക്കിയായിരുന്നു. അപ്പോൾ അത് അവർക്ക് തിരിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അവരുടെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വാങ്ങിയിട്ടുണ്ടായിരുന്ന ബിങ്കോ ലൈസും ഒക്കെ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും വല്ലാണ്ട് അങ്ങോട്ട് തണുക്കാനായിട്ട് തുടങ്ങിയിട്ടാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നല്ല നല്ല കാഴ്ചകളായിരുന്നു പുറത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഉച്ചത്തെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ നോൺ വെജും ചേട്ടന് വെജിറ്റേറിയനുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വ്യത്യാസം ചോറിലുള്ള വ്യത്യാസം തന്നെയാണ് കേട്ടോ. ചേട്ടനൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ആയിരുന്നു. ഞങ്ങൾക്ക് എന്തൊക്കെയോ ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചോറായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതിലെന്തൊരു പച്ച കളറുള്ള ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചോറ്. പിന്നെ അതിൽ ഒരു മത്തങ്ങയും പരിപ്പ് കറി എന്ന് പറഞ്ഞിട്ടൊരു കറി ഉണ്ടായിരുന്നു. വഴുതനങ്ങ ഫ്രൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കറി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബ്രെഡ് ഹൽവ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ തൈരും ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞങ്ങൾ എടുത്തൊന്നും നോക്കിയില്ല കേട്ടോ. അതങ്ങനെ തന്നെ മൂടി വെച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിതാ അവിടെ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് നാത്തൂൻ്റെ മോനും മരുവനും പിന്നെ മോളും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ അവരവിടെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ കാറിൽ കയറിയിട്ട് ഇനി നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ താഴെ മോളും നാത്തൂനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ കുറച്ച് ബജ്ജിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രെയിനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച കാരണം അധികം വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
എന്നിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നും തിരുവനന്തപുരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണണമെന്നുണ്ട് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ തുടർന്നും വീഡിയോസിനായിട്ട് കാത്തിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.